എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. നമ്മൾ മത്തങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു നാടൻ മത്തങ്ങ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ രുചികരമാണ്. ഇതിലെ അരപ്പാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അത് ഞാൻ വഴിയേ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഒറ്റ കറി മാത്രം മതി കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ല കുറുകിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്രത്യേക രുചിയുള്ളൊരു മത്തൻ കറിയാണ്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ല ചൂട് ചോറിലേക്ക് ഈ ഒരു കറി ഒഴിച്ചിട്ട് ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നില്ല, ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റുന്ന അത്രയ്ക്കും സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കറി വെക്കാമെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വായോ, നമുക്ക് ഒരുമിച്ച് ആ കറി എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. വായോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ നല്ല വിളഞ്ഞ മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് പീസുകൾ എടുത്ത് വെച്ചത്. പിന്നെ നല്ല എരിവുള്ള ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 3 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നാൽ അത്യാവശ്യം നല്ല പഴുത്ത വലിയ തക്കാളിയാണെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ ചെറിയുള്ളിയൊക്കെ കുറച്ച് കൂടുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ചെറിയുള്ളിയൊക്കെ ഒരു 6-7 വരെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കാന്താരിയും കൂടി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി അനുസരിച്ച് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ മത്തങ്ങ നമുക്കധികം ഇഷ്ടമില്ലാത്ത, അത്ര തന്നെ ഇഷ്ടമില്ലാത്ത വെജിറ്റബിളാണ്. എന്നാലും ഇങ്ങനെ വെറൈറ്റി ഒക്കെ ആയിട്ട് വെക്കുന്ന കറികൾ അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ട് ഈ ഒരു കനത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി എന്നാൽ സെപ്പറേറ്റ് എന്താ പറയുക, വേവിക്കാനൊന്നും ഓവർ ടൈം അങ്ങനെ വേവിച്ചെടുക്കുക അങ്ങനെയുള്ള ടൈമൊന്നും തന്നെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല കളർഫുള്ളായിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ഞാൻ മത്തങ്ങയൊക്കെ കഷ്ണം മുറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക്, ചെറിയുള്ളി, പിന്നെ തക്കാളി, ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുക്കർ എന്താ പറയുക, അടപ്പിട്ട് മൂടി അങ്ങനെ ആ രീതിയിലല്ല നമ്മൾ വേവിച്ചെടുക്കുന്നത്. കുക്കർ എന്താ പറയുക തുറന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൽച്ചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി ഉണ്ടെങ്കിൽ ആ മൺചട്ടിയിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടികട്ടില്ല എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുക്കറാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മുളകും ചെറിയുള്ളിയും തക്കാളിയും എല്ലാം കൂടി ഈ ഒരു മത്തങ്ങയിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളകിൻ്റെ എരിവ് ഇച്ചിരി കുറഞ്ഞതാണെങ്കിൽ, എനിക്കിപ്പോൾ അത്ര ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ആണ് ഞാൻ അരപ്പിൻ്റെ കൂടെ കാന്താരി ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു അരപ്പിലേക്ക് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കാന്താരിക്ക് പകരം പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുക കേട്ടോ. ഇത് ഞാൻ മത്തങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും ഇട്ടതിന് ശേഷം കുറച്ച് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട്, ഇത് കണ്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് കുക്കറിൻ്റെ അടപ്പിട്ട് വേവിച്ചെടുക്കാത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ണം ഒരുപാട് അങ്ങ് വെന്ത് അലിഞ്ഞു പോകും. അങ്ങനെ വേണ്ട, നമുക്ക് ഓരോ പീസായിട്ട് മത്തൻ കഷ്ണങ്ങൾ വേണം അതിൽ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു കുക്കർ നമുക്ക് ചെറിയൊരു അടപ്പ് വെച്ചിട്ട് മൂടിയാൽ മതി. കാരണം തുറന്നിട്ടിട്ട് തന്നെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടണ്ട കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ അത്യാവശ്യം ഒന്ന് നല്ലോണം വെന്ത് എന്താ പറയുക, ചാറൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി നമുക്ക് തേങ്ങ അരയ്ക്കുന്നത് വരെ. അപ്പോൾ അതിലേക്ക് സ്പെഷ്യലുള്ള വറവുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അതെന്താണെന്ന് കാണിക്കാം. ഇതേ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ചോറ് വെക്കുന്ന അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ടത് വാഷ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ അരി എടുത്തു. അതേ ടീസ്പൂണിൽ തന്നെ മുഴുവനോടെയുള്ള മല്ലി, ഇത് കണ്ടോ, ഇതുപോലെയുള്ള മല്ലി 1 ടീസ്പൂൺ അളവിലെടുത്തു. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം വാലാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ വാഷ് ചെയ്ത് വെച്ചതായിരുന്നു. ഇത് കണ്ടോ, ഇതിന് നന്നായിട്ട് വറക്കണം. കരിഞ്ഞു പോകരുത്, എന്നാൽ ഒരുപാട് ഡാർക്കായിട്ട് കരിഞ്ഞു പോകുന്നത് പോലെ വറുത്തെടുക്കുകയും വേണ്ട കേട്ടോ. ഈ ഒരു വറവാണ് ഈ ഒരു കറിക്കൊരു പ്രത്യേകമായിട്ടുള്ള രുചി കൊടുക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് കണ്ടോ, അപ്പോൾ അതേ കറി അത്യാവശ്യം നല്ല വെന്ത് കുറുകി വരുന്നുണ്ട്. എന്നാൽ കഷ്ണങ്ങൾ പൂർണ്ണമായിട്ടും വെന്ത് പോയിട്ടുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മല്ലി വെന്ത് ചൂടാറുമ്പോഴത്തേക്ക് ഒരല്പം തേങ്ങ, അതായത് ഒരു അരമുറി തേങ്ങയും കൂടി നമ്മൾ ചിരകിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, മല്ലി
നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എങ്ങോട്ടും പോകരുത്. കണ്ടോ ഈ ഒരു കണ്ടോ ഇതുപോലെ കളറ് മാറിയാൽ മതി. എന്നാൽ മല്ലിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുകയും വേണം. അപ്പോൾ ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങളൊന്ന് നോക്കാം. ദേ വെന്തിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം ഉള്ളിയും പിന്നെ മത്തങ്ങ കഷ്ണമൊക്കെ തന്നെ അതിനകത്ത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഓഫാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുത്ത് വന്നതിന് ശേഷം മാത്രം ഇതൊന്ന് ഓൺ ചെയ്താൽ മതി കേട്ടോ. അതുണ്ട് തക്കാളി കഷ്ണവും മത്തങ്ങയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള കറിയാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് ഞാനൊരു 10-12 നല്ല എരിവുള്ള കാന്താരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാന്താരിക്ക് പകരം നിങ്ങൾക്ക് ഉണക്കമുളക് ഉണ്ട് കയ്യിലെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി രുചികരമായിട്ടുണ്ടാവുക. അപ്പോൾ അത് ചേർക്കും കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും അതുപോലെ തന്നെ കൊത്തമല്ലിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കൊത്തമല്ലി എന്ന് പറഞ്ഞാൽ മുഴുവനോടെയുള്ള മല്ലിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വറുത്തതും കൂടി നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം മഷി പോലെ അരയ്ക്കണം. നന്നായിട്ട് അരയണം കേട്ടോ. നന്നായിട്ട് അരയണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു അരിയും മല്ലിയും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് അത്യാവശ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ തേങ്ങേൻ്റെ കൂട്ടും കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കാന്താരിക്ക് പകരം ഉണക്കമുളകാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അതിന് ശേഷം ഇത് കണ്ടില്ലേ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു മത്തങ്ങ കറിയിലേക്ക് ഈ ഒരു അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി അസാധ്യ മണമാണ് കേട്ടോ ഈ ഒരു അരപ്പിന്. ഈ ഒരു എന്താ പറയുക മല്ലി അങ്ങ് വറുത്തെടുത്തതിൻ്റെയും ഈ ഒരു അരിൻ്റെയും കൂടി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ. ഇനി നമ്മൾ ഒരുപാട് അങ്ങ് തിളയ്ക്കണ്ട. അപ്പോൾ കറി കേടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ച് വന്നു തുടങ്ങുന്ന ആ ഒരു പരുവത്തിന് നിർത്തണം കേട്ടോ. അതുകൊണ്ട് കഷ്ണങ്ങളുണ്ട്, ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല. ഇപ്പം തന്നെ നല്ല അസാധ്യമായിട്ടുള്ള മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് വന്നു തുടങ്ങുമ്പോൾ ഈ ഒരു അരപ്പൊക്കെ ചേർത്ത് അതിലുള്ള ജീരകം ഒക്കെ ഒന്ന് ചൂടായി ഒന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒത്തിരി നേരിട്ട് തിളപ്പിച്ചെടുക്കാതിരുന്നാൽ മതി കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ അത്യാവശ്യം തിളയൊക്കെ വന്ന് കറി ഒന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരല്പം കൂടി ചാറ് ചേർക്കാം. കാരണം നമ്മൾ അരിയും കൂടി പൊടിച്ച് ചേർത്തത് കൊണ്ട് ഒന്നും കൂടി കുറുകാനുള്ള സാധ്യതയുണ്ട് കറി. ഇപ്പം തന്നെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു താളിപ്പ് വേണം. അതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയിലേക്ക് 2 പിന്നെ 1/2 ടീസ്പൂൺ അളവ് കടുക് ഇട്ടു, 2 ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് 1 പിടി കറിവേപ്പില ഇട്ടു. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ കറി. ഇത് കണ്ടോ നല്ല കുറുകി ഞാനൊരു മൺചട്ടിയിലേക്ക് ഈ കറി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുന്തോറും ഇത് നല്ല കുറുകി വരും. അതുകൊണ്ട് ആദ്യം തന്നെ ആവശ്യത്തിന് ചാറ് ഒഴിച്ച് കൊടുക്കണം. അതിന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളിതേ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കൊച്ചുള്ളിയും അതുപോലെ കടുകും ഈ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോഴത്തേക്കും കറി ഇവിടെ പൂർണ്ണമായി. അസാധ്യ രുചി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ടുള്ള കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനിയിപ്പോൾ മത്തൻ്റെയൊക്കെ സീസണാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക കമൻറ്റ് ചെയ്യാനായിട്ടും കൂടി മറന്നു പോലെ കേട്ടോ. ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ കാണുന്നതിൽ ഒരുപാട് സന്തോഷം, ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോട് ഈ അവസരത്തിൽ പറയട്ടെ. പിന്നെ കാണുന്ന കൂട്ടത്തിൽ നമ്മളെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും കൂടി മറന്നു പോലെ കേട്ടോ. അപ്പോഴായിരിക്കുമല്ലോ നമുക്കും കൂടി എന്താ പറയുക നിങ്ങളെപ്പോഴും കാണാനുള്ളൊരു അവസരം കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.